3-4 ആഴ്ചയായി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ചെറിയ മധുരക്കിഴങ്ങ് നട്ടിട്ട് കാത്തിരിക്കുന്നു. ഒരു 18 ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് നട്ടത്. മുളയ്ക്കും എന്നിങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം വേറെ വള്ളിയൊന്നും ഇവിടെ അടുത്തൊന്നും കിട്ടാൻ ഒരു വഴി കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ചെടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഞാനത് മധുരക്കിഴങ്ങ് മുളച്ചാന്ന് വിചാരിച്ച് പോസ്റ്റൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതേപോലൊരു ചെടി പിന്നെ അമൃത്തും കണ്ടു. അപ്പോൾ മനസ്സിലായി അത് പുല്ലാന്ന്. പറിച്ച് കളയുകയും ചെയ്തു, പോസ്റ്റ് വേഗം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് നോക്കിയപ്പോൾ ഈ ചെടി കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്രതീക്ഷയുണ്ട്. ഇത് മിക്കവാറും മധുരക്കിഴങ്ങിനി ആവുന്നതാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ വേരുകളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ ഉശിരുള്ള വേരുകളാണ്. മണ്ണിൻ്റെ പുറത്ത് വേരുകളുണ്ട്. ഈ മധുരക്കിഴങ്ങിന് വേരാണല്ലോ മധുരക്കിഴങ്ങായിട്ട് പിന്നീട് മാറുന്നത്. അപ്പോൾ ഇനി ഇതാ വളരുന്ന പ്രതീക്ഷിക്കട്ടെ. വളർന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള അടുത്ത ചോദ്യം വരും. കാരണം ഈ ചെടി പടർന്നിട്ട് മണ്ണിൽ വരുന്ന ഭാഗത്ത് വേരുകൾ മണ്ണിലേക്ക് ഓടിയിട്ട് ആ ഓരോ ഏണിലും മധുരക്കിഴങ്ങുകൾ ഉണ്ടാവുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചെറുപ്പത്തിൽ വീട്ടിലമ്മ കൃഷി ചെയ്തപ്പോഴത്തെ ഓർമ്മയാണ്. പക്ഷേ ഇപ്പോൾ ചെടിച്ചട്ടിയിലാണെങ്കിൽ നടക്കില്ല. തൊട്ടടുത്തേക്ക് പടർന്ന കോൺക്രീറ്റാണ്. അപ്പോൾ ഞാനതിന് ആലോചിക്കുന്നത് അഥവാ ആഗ്രഹിക്കുന്നത് ഈ ചെടിച്ചട്ടിയിൽ 2 സ്ഥലത്ത് മണ്ണിട്ട് കൊടുക്കുക, പിന്നെ അടുത്ത ചെടിച്ചട്ടിയിലേക്ക് ചാടിപ്പോട്ടെ. അങ്ങനെ അവിടെ ഒരു 5-6 ചെടിച്ചട്ടിയുണ്ട്. അതിലൊക്കെ ചാടി വിട്ടിട്ട് ഒരു പ്രത്യേക രീതിയിൽ മധുരക്കിഴങ്ങ് ചെടിച്ചട്ടിയിൽ വളർത്താൻ പറ്റുമോ എന്ന് പരീക്ഷിച്ച് നോക്കുന്നു. ചെറുപ്പത്തിൽ ഏകദേശം 1/2 നൂറ്റാണ്ട് മുമ്പായിരിക്കും അത്. വീട്ടിൽ മധുരക്കിഴങ്ങ് കൃഷി ചെയ്തതായിട്ട് ഓർമ്മയുണ്ട്. വള്ളികളൊക്കെ മനസ്സിലിങ്ങനെ ഓർമ്മയുണ്ട്. പക്ഷേ അത് കിഴങ്ങ് നട്ടുണ്ടായതാണോ അതോ വള്ളികൾ വല്ല സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്നിട്ട് നട്ടതാണോ എന്നുള്ള ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, വള്ളികൾ പടർന്നു വരുമ്പോൾ ആ വള്ളികളുടെ മുകളിൽ മണ്ണിട്ട് കൊടുത്താൽ ആ മണ്ണിട്ട് കൊടുക്കുന്ന ഭാഗത്ത് കിഴങ്ങുകൾ ഉണ്ടാവും എന്നുള്ളത് ഓർമ്മയുണ്ട്. അത്രയ്ക്കൊരു ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒന്നുകൂടെ കൃഷി ചെയ്യാൻ നോക്കുമ്പോൾ വള്ളികളൊന്നും ഇവിടെ എവിടെയും കണ്ടില്ല. അപ്പോൾ കടയിൽ നിന്നൊരു കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ടൊന്നു അതൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് അതിൻ്റെ ഞങ്ങൾ മൂക്കെന്ന് പറയുന്ന ഭാഗം, അതിൻ്റെ വള്ളിയായിട്ട് ബന്ധമുണ്ടായിരുന്ന ഭാഗം അവർ ചെത്തി കളഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ചെത്തി കളഞ്ഞത് കൊണ്ട് ഇനി അവിടെ മുള വരാനുള്ള സാധ്യതയില്ല എന്നെനിക്കൊരു ചിന്തയുണ്ട്. എന്തായാലും വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നു. മുറ്റം മുഴുവൻ കോൺക്രീറ്റ് ടൈൽസോ ഒക്കെ ആയതുകൊണ്ട് നവീനമായ ഒരു രീതി പരീക്ഷിച്ചതാണ് ചെടിച്ചട്ടിയിലൂടെ മധുരക്കിഴങ്ങ് പടർത്താവുന്നത്. മധുരക്കിഴങ്ങ് സാധാരണ നിലത്താണ് പടരുക, മണ്ണിൽ. ഇതിപ്പോൾ നടുക്കിലത്തെ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കണേ. 2 സൈഡിലേക്കും 2 ചെടിച്ചട്ടി വെച്ച് അതിലേക്ക് പടർത്തി. ഇതാണ് ഏറ്റവും ആദ്യം നട്ട മധുരക്കിഴങ്ങ്. ഒരു വലിയ ചെടിച്ചട്ടിയിൽ നട്ടു. അടുത്തുള്ള ചെടിച്ചട്ടിയിലേക്ക് ഇങ്ങനെ പടർന്ന് പോകുന്നുണ്ട്. ഇടയിൽ ഞാനൊരു വള്ളിയുടെ ഒരു കഷ്ണം മുറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു വേറൊരു ചെടിച്ചട്ടിയിൽ. അതിപ്പോൾ ഇതിൽ തിരിച്ചറിയാൻ പറ്റില്ല. അതും വളരുന്നുണ്ട്. ഇപ്പോൾ 7 ചെടിച്ചട്ടിയൊക്കെ ആയി. ഇതെല്ലാം വലിയ ചെടിച്ചട്ടികൾ മൊത്തം തീർന്നു. ഇനിയിപ്പോൾ ചെറിയ ചെടിച്ചട്ടികളിൽ വേറെ ചെടികളിൻ്റെ കൂടെയും കൂടെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, വലിയ ചേമ്പുണ്ട് ഇടയിൽ, ചെറിയ ചേമ്പുണ്ട്, പിന്നെയും കുറേ ചെടികളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. ഇതെല്ലാം കിഴങ്ങ് വാങ്ങിച്ച് നട്ടുണ്ടാക്കിയതാണ്. അതായത് കടയിൽ നിന്ന് മധുരക്കിഴങ്ങ് വാങ്ങിച്ച് നട്ടു. ആ ചേമ്പും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ.